അപ്പോൾ അടുത്ത് നോക്ക്, നമ്മൾ ആദ്യത്തെ പാഠത്തിലേത് 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത പാഠത്തിൽ സൂചന, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. കവിതയുടെ निरूपण कविता निरूपण आस्वादन टिप्पणियाँ पाठ का यह अंश पढ़े और 5 से 8 तक के प्रश्नों के उत्तर लिखे। सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है। यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്യം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, കവി के अनुसार मनुष्य को कैसे जानना चाहिए? കവിയുടെ അഭിപ്രായത്തിൽ മനുഷ്യനെ എങ്ങനെയാണ് അറിയേണ്ടത്? കവി के अनुसार मनुष्य को मनुष्य की तरह जानना चाहिए. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മൾ 5 എന്ന് നമ്പർ ഇട്ടിട്ട് मनुष्य को मनुष्य की तरह जानना चाहिए. कवि के अनुसार കവിയുടെ അഭിപ്രായത്തിൽ കവിയുടെ അഭിപ്രായം അനുസരിച്ച് മനുഷ്യനെ മനുഷ്യനായി നമ്മൾ കാണണം. ഇനി ആറാമത്തെ ചോദ്യം എന്താ നോക്കാം. 3 സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3. അതുകൊണ്ട് തന്നെ ഇതിന് 3 മാർക്കാണ്. ഹതാശ് വ്യക്തിക്കോ ജാനനെ കാ മത്ലബ് ഹേ. ഹതാശനായ നിരാശനായ ഒരു വ്യക്തിയെ അറിയുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി ഇത് ക ഖ ഗ ഖ ങ 5 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം ശരിയാണ്. ഉസ്കി ഹതാശ കോ ജാനന ഹെ, ശരിയല്ലേ? ഉസ്കി ജാതി കോ ജാനന ഹെ അല്ല. ഉസ്കി മുസീബത്ത് കോ ജാനന ഹെ ശരിയാണ്. ഉസ്കി അസഹായത കോ ജാനന ഹെ ശരിയാണ്. 3 എണ്ണം ഇല്ലേ? അപ്പോൾ ഉസ്കി ഹതാശ കോ ജാനന, ഉസ്കി മുസീബത്ത് കോ ജാനന, പിന്നെയോ ഉസ്കി അസഹായത നിസ്സഹായത, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. അപ്പം ഞാനിവിടെ ഈ ചുവന്ന മഷിയിൽ എഴുതിയ അതാണ് എൻ്റെ 3 ഉത്തരങ്ങൾ. ഇതിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉസ്കി ഹതാശ കോ ജാനന, ഉസ്കി മുസീബത്ത് കോ ജാനന, ഉസ്കി അസഹായത കോ ജാനന. ഇതിനാണ് നമുക്ക് 3 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതി. ഉത്തരയിൽ ഇതിന് 3 മാർക്കാണ്. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. 7 വാക്യ പിരമിഡ് കീ പൂർത്തി കരേം. അപ്പോൾ വാക്യ പിരമിഡിൻ്റെ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് 2 വാക്കുകൾ തരും, ശബ്ദങ്ങൾ തരും. ഇവിടെ സടക്ക് പറന്നും തന്നിട്ടുണ്ട്, ഘായൽ എന്നും തന്നിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് വേണം 3ാമത്തെയും 4ാമത്തെയും 1 2 3 4 ഇതിൽ 3ഉം 4ഉം നമ്മൾ പൂരിപ്പിക്കണം. അതിന് 2 മാർക്കാണ്. ആദ്യത്തെ വാക്യം തന്നിട്ടുണ്ട്, ഹംനെ ദേഖ, നമ്മൾ കണ്ടു. ഹംനെ ഏക് വ്യക്തിക്കോ ദേഖ, നമ്മളൊരു വ്യക്തിയെ കണ്ടു അല്ലേ? ഇനി അടുത്ത എന്തായിരിക്കും? നമ്മൾ കണ്ടു, നമ്മളൊരു വ്യക്തിയെ കണ്ടു, നമ്മളൊരു ഘായൽ മുറിവേറ്റ വ്യക്തിയെ കണ്ടു. അപ്പോൾ എന്ത് വേണം? ഈ ഹംനെ ഏക് വ്യക്തിക്കോ ദേഖ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ കോപ്പി ചെയ്തെടുത്ത് 7ാമത്തെ ചോദ്യത്തിൽ എഴുതി നമ്മൾ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചേർക്കണം? ഒന്നുകിൽ സടക്ക് പറന്ന് ചേർക്കണം. ഹംനെ ഏക് വ്യക്തിക്കോ സടക്ക് പർ ദേഖ. അപ്പോൾ ഇവിടെ ഈ ദേഖ എന്നുള്ളതിൻ്റെ മുമ്പിലായിരിക്കണം അത് ചേർക്കേണ്ടത്. കോപ്പി. ഹംനെ ഏക് വ്യക്തിക്കോ സടക്ക് പർ ദേഖ. ഇപ്പോൾ 1 മാർക്കിൻ്റെ ആയിട്ടല്ലോ, ഒന്നും കൂടി എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് വേണം? നമ്മൾ ഹംനെ ഏക് വ്യക്തിക്കോ സടക്ക് പർ ദേഖ എന്നുള്ളത് 3ാമത്തെ വാക്യം നമ്മൾ എഴുതി. ഇനി 4ാമത്തേത് എഴുതുമ്പോൾ അതിൽ ചേർക്കേണ്ട വാക്യം എന്താണ്? ഘായൽ അല്ലേ? ഘായൽ എന്നുള്ളതും കൂടി ചേർക്കണം. ഹംനെ ഏക് വ്യക്തിക്കോ എങ്ങനെയുള്ള വ്യക്തിയാണ്? ഘായൽ വ്യക്തി. ഹംനെ ഏക് ഘായൽ വ്യക്തിക്കോ സടക്ക് പർ ദേഖ. അപ്പോൾ നോക്ക്, ഹംനെ ദേഖ എന്നുണ്ട്, ഹംനെ ഏക് വ്യക്തിക്കോ ദേഖ എന്നുണ്ട്, हमने एक व्यक्ति को सड़क पर देखा, हमने एक घायल व्यक्ति को सड़क पर देखा. ഇതിനല്ലേ ഉത്തരം നോക്ക്. हमने देखा, हमने एक व्यक्ति को देखा. ഇനി ഇത് രണ്ടുമാണ് നമ്മളെ ഉത്തരം. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരക്കടലാസിൽ എഴുതേണ്ടത്. ഇത് രണ്ടുമാണ്. हमने सड़क पर एक व्यक्ति को देखा, അങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്.
ഹംനെ സടക്ക് പർ ദേഖ എന്ന് എഴുതിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. हमने सड़क पर एक व्यक्ति को देखा, हमने सड़क पर एक घायल व्यक्ति को देखा. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലുള്ളത് എഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് എഴുതാം. हमने सड़क पर एक व्यक्ति को देखा, हमने सड़क पर एक घायल व्यक्ति को देखा. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഹംനെ ദേക്ക, ഹംനെ ഏക്ക് വ്യക്തിക്കോ ദേക്ക, സടക്ക് പർ നമ്മൾ ചേർത്തു. സടക്ക് പർ ഹംനെ സടക്ക് പർ ഏക്ക് വ്യക്തിക്കോ ദേക്ക, ഹംനെ സടക്ക് പർ ഏക്ക് ഘായൽ വ്യക്തിക്കോ ദേക്ക. ഈ രണ്ടിനുമാണ് മാർക്ക്. അടുത്തത് असहाय मनुष्य की सहायता करना जरूरी है. हताशा से एक व्यक्ति बैठ गया था, कविता के आधार पर टिप्पणी लिखे. അപ്പോൾ കവിത के आधार पर ആണ്. അപ്പോൾ അതിനൊരു ഹെഡിങ് കൊടുത്തു. पहले सहायता करें फिर जानकारियां प्राप्त करें. हताशा से एक व्यक्ति बैठ गया था हिंदी के प्रसिद्ध कवि विनोद कुमार शुक्ल की एक छोटी और चर्चित कविता है. നരേഷ് സക്സേനയാണ് ഇതിൻ്റെ ആസ്വാദൻ ടിപ്പണി എഴുതിയത്. പക്ഷേ കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലാണ്. ഇസ് കവിത के द्वारा कवि पाठकों में मनुष्यता और अनुताप അല്ലെങ്കിൽ സഹതാപ് സഹാനുഭൂതി की भावना भरने का प्रयास करते हैं. ഇതതിൻ്റെ ആമുഖം. അടുത്തത് हमें अपनी जिंदगी में विभिन्न अवसरों में दूसरों की सहायता करने की आवश्यकता पड़ती है. कवि कहते हैं कि हमें किसी भी व्यक्ति की सहायता करते समय उसकी जानकारियां प्राप्त करने की जरूरत है नहीं है. पहले हमें यह जानना है कि व्यक्ति मुसीबत में है और उसे सहायता की सख्त जरूरत है. कवि के अनुसार किसी व्यक्ति की सहायता करने के लिए उसके बारे में जानकारियां प्राप्त करने की आवश्यकता बिल्कुल नहीं है, बल्कि उसकी असहायता, निराशा, हताशा या संकट जानना काफ़ी है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. कवि के अनुसार दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियाँ जरूरी नहीं है. यह कविता बिल्कुल अच्छी और प्रासंगिक है. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് വന്നിരിക്കുന്നത്.